ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഇന്നലെ ഡിസംബർ 18 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ, ബാലു വർഗീസ്, ബൈജു, സിദ്ധാർത്ഥ് ഭരൻ, റെഡിൻ കിങ്സ്ലി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കപ്പെട്ട എസ്റ്റിമേറ്റ് കളക്ഷൻ ഡാറ്റയുമായി കാര്യമായ വ്യത്യാസമൊന്നുമില്ലാത്ത കളക്ഷൻ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൽ ആദ്യ ദിവസം 7,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 7,80,00,000 രൂപയാണ് ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശ കളക്ഷനായി $7,83,000 കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 7,02,00,000 രൂപ. അങ്ങനെ 14,82,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത്. 2025 തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്ത സിനിമ L2 എമ്പുരാനാണ്. 68,20,00,000 രൂപയായിരുന്നു ഈ സിനിമ നേടിയെടുത്തിരുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് തുടരും എന്ന മോഹൻലാൽ ചിത്രമാണ്. 17,18,00,000 രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമയായ കളങ്കാവലാണ്. 15,66,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിരുന്നത്. 11,63,00,000 രൂപയുമായി നാലാം സ്ഥാനത്തുണ്ടായിരുന്ന DS ഹീറോയുടെ കളക്ഷൻ റെക്കോർഡാണ് ബബ്ബബ്ബ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഇനി രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 3,30,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത. അപ്പോൾ ആദ്യ ദിവസം നേടിയെടുത്തതിനേക്കാൾ പകുതിയോളം കളക്ഷൻ മാത്രമേ ഇന്ന് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ടുള്ളൂ. ഇന്നത്തെ കളക്ഷനിലൂടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 10,50,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 22 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ മൂന്നാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 15ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 34,16,00,000 രൂപയാണ്. 15ാം ദിവസം ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 25 ലക്ഷം റേഞ്ചിലാണ് ഇന്ന് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 34,40,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇന്ന് വരെ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 4-5 ദിവസമായി യാതൊരു അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 81 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ 14 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 3,50,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 552,50,00,000 രൂപയുമായിരുന്നു കളക്ട് ചെയ്യുന്നത്. 14 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 710,50,00,000 രൂപയായിരുന്നു. 15ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും 35 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലോകമെമ്പാടുമായി 745 കോടി റേഞ്ചിലാണ് 15 ദിവസം കൊണ്ട് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ബാലയ്യ നായകനായി ബോയപതി ശ്രീനു തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 12 വെള്ളിയാഴ്ച പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് അഖണ്ഡ 2. കേരളത്തിൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് ഈ സിനിമ 12,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 93 കോടി രൂപയും വിദേശ കളക്ഷൻ 12 കോടി രൂപയുമാണ്. അങ്ങനെ 105 കോടി രൂപയാണ് ഇന്നലെ വ്യാഴാഴ്ച വരെ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടി റേഞ്ചിലാണ്. അങ്ങനെ 109 കോടിയോളം രൂപയാണ് ലോകമെമ്പാടുമായി 8 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.